സമിതിയുടെ ആഹ്വാനപ്രകാരം മാവേലിക്കര രൂപത ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ മാവേലിക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിനു മുമ്പിൽ ധർണ നടത്തി. അധ്യാപകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. മാവേലിക്കര രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡാനിയൽ തെക്കേടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് KG സാബു അധ്യക്ഷത വഹിച്ചു. ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CT വർഗീസ് വിഷയാവതരണം നടത്തി. ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ചുള്ള മികച്ച ബ്ലഡ് സെന്ററിനുള്ള പുരസ്കാരത്തിന് അർഹമായി കാരിത്താസ് ഹോസ്പിറ്റൽ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 24 മണിക്കൂർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കാരിത്താസ് ബ്ലഡ് സെന്റർ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ബ്ലഡ് സെന്ററാണ്. ഇതോടൊപ്പം തന്നെ പ്രത്യേക ബ്ലഡ് ആപ്പ് വഴി സന്നദ്ധരായവർക്ക് എളുപ്പത്തിൽ രക്തദാനം ചെയ്യുവാനും അടിയന്തര സാഹചര്യങ്ങളിൽ ഡോണറെ കണ്ടെത്തുവാനും സഹായിക്കുന്നു. ചാലക്കുടി പാർലമെന്റ് അംഗം ശ്രീ ബെന്നി ബഹനാനിൽ നിന്ന് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിനു കാവിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. അസർബൈജാന്റെ ആക്രമണങ്ങളെ തുടർന്ന് അർമേനിയക്കാർ പൂർണ്ണമായും നഗോർണോ കറാബാക്കിൽ നിന്ന് പലായനം ചെയ്തതായി അർമേനിയൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. 1,20,000-ഓളം വരുന്ന ജനസംഖ്യയിൽ 1,617,000 ആളുകൾ നിർബന്ധമായി കുടിയിറക്കപ്പെട്ടു എന്നാണ് അർമേനിയൻ ഗവൺമെന്റ് അഭിപ്രായപ്പെടുന്നത്. അർമേനിയൻ അഭയാർത്ഥികളെ നിറച്ച വാഹനങ്ങളുടെ നീണ്ട നിര ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. നൈജീരിയയിൽ സെപ്റ്റംബർ 30-ന് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു ക്രൈസ്തവൻ കൊല്ലപ്പെടുകയും 19 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കഡൂന സംസ്ഥാനത്താണ് വീണ്ടും ആക്രമണം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടെ കജൂരു കൗണ്ടിയിലെ കുഫാന പ്രദേശത്തുള്ള കഡുന സംസ്ഥാനത്ത് ക്രിസ്ത്യാനികൾ കൂടുതലായി താമസിക്കുന്ന അങ്കുവാൻ വാഗു ഗ്രാമത്തിലേക്ക് തീവ്രവാദികൾ അതിക്രമിച്ചു കയറുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു ക്രൈസ്തവൻ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന മറ്റു 19 ക്രൈസ്തവരെ ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സമാധാനരഹിതവും ആശങ്കാപൂർണവുമായ ഒരു ലോകത്ത് നമുക്ക് വലിയൊരു മാതൃകയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പകരുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമായ ഒക്ടോബർ മാസം 4-ാം തീയതി പോസ്റ്റ് ചെയ്ത തന്റെ ട്വിറ്റർ സന്ദേശത്തിലൂടെയാണ് പാപ്പ വിശുദ്ധന്റെ മാതൃക അനുകരിക്കാൻ ആഹ്വാനം ചെയ്തത്. വലിയ പോരാട്ടത്തിന്റെയും വിഭജനത്തിന്റെയും കാലഘട്ടത്തിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആരെയും വിമർശിക്കുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് സുവിശേഷത്തിന്റെ ആയുധങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. വിനയവും ഐക്യവും പ്രാർത്ഥനയും ദാനധർമ്മവും നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പാപ്പ കുറിച്ചു. നൈജീരിയയിലെ കഫൻചാൻ രൂപതയിലെ ഒരിടവകയുടെ റെക്ടറി കത്തിക്കുകയും ആക്രമണത്തിൽ ഒരു വൈദിക വിദ്യാർത്ഥി കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്തതായി നൈജീരിയൻ സംസ്ഥാനമായ പ്ലേറ്റോയിലെ സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. സെപ്റ്റംബർ 7-ന് രാത്രി ഫുലാനി തീവ്രവാദികൾ സാൻ റാഫേൽ ഫദൻ കമന്ത ഇടവക ആക്രമിക്കുകയും വൈദികരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിനിടെയാണ് നാമൻ ദൻലാമി എന്ന വൈദിക വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. എന്നാൽ ഇത് പരാജയപ്പെട്ടപ്പോൾ പള്ളിമേടയ്ക്ക് തീയിടുകയായിരുന്നു.